നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗണേഷ് കുമാറാണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ചാ വിഷയം. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനത്തെയും ഇരു കൈയും നീട്ടി സമൂഹ മാധ്യമങ്ങളും സാധാരണക്കാരടക്കമുള്ളവർ സ്വീകരിച്ചു കഴിഞ്ഞു. പാർട്ടി ഭേദമന്യേ എല്ലാവരും പറയുന്നു നട്ടലുള്ള മന്ത്രി എന്ന്. എന്നാൽ ഇപ്പോഴിതാ ചർച്ചാ വിഷയങ്ങളിൽ ഏറ്റവും കൂടുതലും ശ്രദ്ധേയമാകുന്നത് ഈ ബസ്സുമായി ബന്ധപ്പെട്ടുള്ള ഗണേഷ് കുമാറിന്റെ ഒരു പ്രസ്താവനയും അതിനുശേഷം പുറത്തുവന്ന KSRTC റിപ്പോർട്ടും ഒക്കെയാണ്. ഇപ്പോഴിതാ ഇതിന് പ്രതികരണവുമായി മന്ത്രി ആന്റണി രാജു രംഗത്തെത്തിയിരിക്കുകയാണ്. തന്റെ കാലം വരെ ലാഭത്തിലായിരുന്ന ഇലക്ട്രിക് ബസ്സുകൾ പെട്ടെന്ന് എങ്ങനെ നഷ്ടത്തിലായി എന്ന് മന്ത്രി KB ഗണേഷ് കുമാറിനോട് മുൻ മന്ത്രി ആന്റണി രാജു ചോദിക്കുകയാണ്. ഈ ബസ്സുകൾ നഷ്ടമാണെന്നും പിൻവലിക്കണമെന്നുമുള്ള മന്ത്രിയുടെ പരാമർശത്തോടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഈ ബസ്സുകൾ ലാഭത്തിലും ഡീസൽ ബസ്സുകൾ നഷ്ടത്തിലുമാണ് സർവീസ് നടത്തുന്നത്. ഇപ്പോൾ സർവീസ് നടത്തുന്ന 110ഓളം ബസ്സുകൾക്ക് പകരം ഡീസൽ ബസ്സുകളാണ് ഓടിയിരുന്നത് എങ്കിൽ KSRTCയുടെ പ്രതിദിന നഷ്ടം വർദ്ധിച്ചേനെ. ഇങ്ങനെ നോക്കുമ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ KSRTCക്ക് ഇരട്ടി ലാഭമാണ് തരുന്നത്. 5 വർഷത്തെ വാർഷിക പരിപാലന ചെലവ് സഹിതമാണ് ഈ ബസ്സുകൾ വാങ്ങിയിട്ടുള്ളത്. ഇതിനും KSRTC പണം ചെലവഴിക്കേണ്ട. താൻ മന്ത്രിയായി തുടരുന്നു എങ്കിലും തലസ്ഥാന നഗരത്തിലെ സർക്കുലർ ഈ ബസ്സുകളുടെ നിരക്ക് 10ൽ നിന്ന് 5ആക്കി കുറച്ചേനെ എന്നും ആന്റണി രാജു പറയുന്നു. ആദ്യം കൂട്ടിയ നിരക്ക് ഈടാക്കിയിരുന്നപ്പോൾ യാത്രക്കാരുടെ എണ്ണം 1500ഓളം മാത്രമായിരുന്നു. പിന്നീട് 10 രൂപയാക്കിയപ്പോഴാണ് പ്രതിദിനം 75,000 പേര് വരെ വന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് 5 രൂപയാക്കാൻ ആലോചിക്കുന്നത്. ധനവകുപ്പുമായി ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയായിരുന്നു. മുംബൈയിലും ഡൽഹിയിലുമെല്ലാം 5 രൂപയാണ് ഈടാക്കുന്നത്. ഈ മാതൃക ഇവിടെ നടപ്പാക്കിയാൽ യാത്രക്കാർ ഇപ്പോഴുള്ളതിന്റെ ഇരട്ടിയാകും. ബൈക്ക് യാത്രയേക്കാൾ ലാഭകരമാകുന്നതോടെ സ്വകാര്യ വാഹനങ്ങൾക്ക് പകരം ജനങ്ങൾ ബസ്സുകളെ ആശ്രയിക്കാൻ തുടങ്ങും. നഗരത്തിലെ പാർക്കിംഗ്, വായു മലിനീകരണ പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരമാകും. ലാഭത്തിൽ ഓടുന്ന ഈ ബസ്സുകൾ നിരവധി സാധാരണക്കാർക്ക് ആശ്രയമാണ്. നിരക്ക് കുറച്ചാലും കൂടുതൽ ആളുകൾ കയറുന്നതോടെ ലാഭത്തിൽ തന്നെ തുടരും. അതേസമയം കൊച്ചി നഗരത്തിലും ഇലക്ട്രിക് ബസ്സുകൾ ഓടാനുള്ള പദ്ധതി ഇടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. കളമശ്ശേരി നഗരസഭയിൽ 20 ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്താനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലായിരുന്നുവെന്നും ആന്റണി രാജു പറയുന്നു. മന്ത്രി P രാജീവുമായി ബന്ധപ്പെട്ട വാഹന ചാർജിംഗ് സ്റ്റേഷനുകളും സ്ഥലം കണ്ടെത്തി. കിൻഫ്രയുടെ സഹായത്തോടെ ചാർജിംഗ് സ്റ്റേഷൻ നിർമ്മിക്കാനും തീരുമാനിച്ചു. കിഫ്ബി പ്രകാരം വാങ്ങിയ 20 ഈ ബസ്സുകളാണ് ഇവിടെ ഓടുന്നത്. കൂടാതെ കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം 20 കോടി രൂപ ഈ ബസ്സുകൾ വാങ്ങാൻ അനുവദിക്കുന്ന ചർച്ചകളും അന്തിമഘട്ടത്തിലായിരുന്നു. 21 ബസ്സുകൾ വാങ്ങാനായിരുന്നു തീരുമാനം. ഇതിനു പുറമെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ PME സേവനയിൽ 950 ഈ ബസ്സുകൾ കൂടി സംസ്ഥാനത്തിന് ലഭിക്കാനായിട്ടുണ്ട്. ഇവ പൂർണ്ണമായും സൗജന്യമല്ല. ഡ്രൈവർ സഹിതം ലഭിക്കുന്ന ബസ്സിന് കിലോമീറ്ററിൽ 24 രൂപ വീതം കേന്ദ്രത്തിന് നൽകണം. 50 സീറ്റുള്ള വലിയ ബസ്സുകളാണിവ. ഈ ബസ്സുകളും ലാഭകരമായി ഓടിക്കാനാവുമെന്നും ആന്റണി രാജു പറയുന്നു. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിലപാട് ഈ പദ്ധതികൾക്ക് തിരിച്ചടിയാകുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഇതിന് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ മറുപടി എന്തായിരിക്കുമെന്നാണ് കാത്തിരിക്കുന്നത്.